ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഹൃതിക് റോഷനും ക്രിഷ് ഫോറും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ കണ്ടന്റ് തന്നെ ആവാം. എന്റെ വ്യൂവില് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായ രണ്ട് സൂപ്പർ ഹീറോസിനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് ക്രിഷും, രണ്ട് നമ്മുടെ സ്വന്തം മിന്നൽ മുരളിയും. മിന്നൽ മുരളി ഒരു മലയാള സിനിമ ആയതിനാൽ അതിനെ ബെസ്റ്റ് ആക്കാനൊന്നുമല്ല ഞാൻ ഈ പടം ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി ആയിട്ട് എടുത്തത്. ഒരു ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി എന്ന നിലയിൽ ഈ സിനിമ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ രണ്ട് സൂപ്പർ ഹീറോ മൂവീസിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഇതിലെ രണ്ട് സൂപ്പർ ഹീറോകളെ പറ്റിയല്ല. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ദ ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവീസ് ആയിട്ട് ക്രിഷും മിന്നൽ മുരളി എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് മൂവി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അത് നിങ്ങൾ കമന്റിൽ പറയണേ. ആക്ച്വലി ഒരു OTT മൂവിയും തിയേറ്റർ മൂവിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണിത്. കാരണം മിന്നൽ മുരളി OTT-ലാണല്ലോ ഇറങ്ങിയത്, ക്രിഷ് തിയേറ്ററിലോ. പിന്നെ രണ്ടും സിനിമ തന്നെയല്ലേ. സോ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ ഇങ്ങനെ ഒരുപാട് ഹീറോസിനെ കണ്ടു വളർന്നവരാണ്. അതിൽ ഇന്ത്യക്കാർക്ക് കിട്ടിയ മറ്റൊരു സൂപ്പർ ഹീറോ ആണ് ശക്തിമാൻ. കേരളീയർക്കാണെങ്കിൽ മിന്നൽ മുരളിക്ക് മുന്നു കിട്ടിയത് കുട്ടിച്ചാത്തന്മാരും ജീംബൂബ ഭൂതങ്ങളും ഒക്കെയാണ്. മൊത്തത്തിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ സൂപ്പർ ഹീറോ കൺസെപ്റ്റ് വളരെ കുറവാണ്. കേരളത്തിൽ അത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് കേരളത്തിലും ഇന്ത്യയിലും സൂപ്പർ ഹീറോ മൂവികളുടെ കാലമായിരിക്കും ഉറപ്പാണ്. ബോളിവുഡിൽ സൂപ്പർ ഹീറോ കൺസെപ്റ്റിന് തുടക്കമിട്ടത് ശക്തിമാൻ ആണെങ്കിലും ഒരു സിനിമ എന്ന നിലയിൽ സൂപ്പർ ഹീറോ കൺസെപ്റ്റിന് ബോളിവുഡിൽ തുടക്കമിട്ടത് ക്രിഷ് ആണ്. ബോളിവുഡിൽ മാത്രമല്ല, ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ ഹീറോ മൂവീസിന്റെ ഒരു ബേസ് ക്രിഷ് തന്നെയായിരിക്കും. കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കേരളത്തിലെ സൂപ്പർ ഹീറോ മൂവിക്ക് തുടക്കമിട്ടിരിക്കുന്നത് മിന്നൽ മുരളിയാണ്. രണ്ട് മൂവികളും ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അതാത് ഇൻഡസ്ട്രികളിൽ ആദ്യമായി ഇറങ്ങിയ സൂപ്പർ മൂവീസ് ആയതിനാലല്ല, ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു ജോണർ ആയിട്ട് പോലും അത്ര കിടലിനായിട്ടാണ് ഈ രണ്ട് പടങ്ങളും ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പല സൂപ്പർ ഹീറോ മൂവീസിനും മുകളിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ രണ്ട് സിനിമകൾക്കുള്ളത്. 2006 ഇറങ്ങിയ ക്രിഷ് എന്ന സിനിമ നമുക്ക് നോക്കാം. എത്ര കിടുവായിട്ടാണ് ടെക്നോളജികൾ പിന്നോട്ട് നിൽക്കുന്ന കാലത്ത് അവർ ആ പടം പിടിച്ചിരിക്കുന്നത്. VFX ആയാലും കഥ ആയാലും ആക്ഷൻ സീൻസ് ആയാലും സോങ്സ് ആയാലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. നമ്മൾ ഹോളിവുഡിൽ ടെർമിനേറ്ററിൽ അർണോൾഡിനെയും സൂപ്പർമാനെയും എല്ലാം കാണുന്ന പോലെ ഒരു പെർഫെക്റ്റ് ഫിസിക്കുള്ള ഒരു സൂപ്പർ ഹീറോ. അതെ, ക്രിഷിന്റെ പോപ്പുലാരിറ്റിക്ക് പിന്നിലെ ഒന്നാമത്തെ കാരണം ഹൃതിക് റോഷനാണ്. ക്രിഷ് സിനിമയിൽ ഹൃതിക്കിനെ അല്ലാതെ മറ്റൊരു ആക്ടറിനെ സങ്കല്പിക്കാൻ പോലും ആകില്ല. ഫിസിക് ആയാലും ഫ്ലെക്സിബിലിറ്റി ആയാലും ആക്ഷൻ, ഡാൻസ്, സ്ക്രീൻ പ്രസൻസ് എന്ത് തന്നെയായാലും ഹൃതിക്കിന്റെ കയ്യിൽ ക്രിഷ് ഭദ്രമായിരുന്നു. അത് കൃഷ്ണ ക്രിഷ് ആവുന്നവരെയും ഒരു നിഷ്കളങ്കം ഭാവവും ഒരു പാവം പയ്യൻ ഇമേജും ഒക്കെ ഹൃതിക് ആ സിനിമയിൽ കാത്തു സൂക്ഷിച്ചു. 2003 നല്ലൊരു എൻഡിങ് കൊടുത്ത് അവസാനിപ്പിച്ച കോയിമിലിക എന്ന സിനിമയുടെ കഥ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നു. ജാദുവിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് കിട്ടിയ രോഹിത്തിന് ഒരു മകൻ ജനിക്കുന്നു. ജാദുവിന്റെ കഴിവുകൾ ഓൾറെഡി കിട്ടിയ രോഹിത്തിന്റെ മകനായതിനാൽ മകന് ഡബിൾ പവർ ആണ്. പിന്നീട് ഈ നായകൻ പതിയെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു. ആദ്യമേ തന്നെ ഈ ഒരു തോട്ടിന് 10ൽ 10 മാർക്ക് കൊടുക്കണം. സോ കിഡിലിന് ഒരു ബേസ് ഉള്ള ജസ്റ്റിഫിക്കേഷൻ ഉള്ള സ്റ്റോറിയും സൂപ്പർ ഹീറോ ആയിട്ടാണ് ഡയറക്ടർ രാകേഷ് റോഷൻ ക്രിഷ് ആയിട്ട് വന്നത്. ഈ സിനിമയിൽ കൃഷിന് ജനിച്ചപ്പോൾ മുതൽ പവേഴ്സ് ഉണ്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. സോ തനിക്കുള്ള എക്സ്ട്രാ ഓർഡിനറി കഴിവുകളെ പറ്റിയിട്ട് അവെയർ ആണ് കൃഷ്ണ. മാത്രമല്ല അവൻ ഈ പവറുകൾ ഉള്ളതുകൊണ്ട് ആളുകൾ കൃഷ്ണനെ ചെറുതായിട്ട് ഒഴിവാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് ഈ പവേഴ്സ് ഒന്നും ഒരു ക്രെഡിറ്റ് ആയിട്ട് തോന്നിയതുമില്ല. ഒരു നെഗറ്റീവ് ആയിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് നായകൻ തിരിച്ചറിയുന്നതാണ് ഈ സിനിമയുടെ മെയിൻ ടേണിംഗ് പോയിന്റ്. ഇനി മിന്നൽ മുരളിയിലേക്ക് വന്നാൽ കൃഷിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മുരളി. കാരണം കൃഷിയിലേതുപോലെ മുന്നേ ഒരു ബേസ് ഇല്ല. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഹൃതിക്കിനെ പോലെ തന്നെ പക്ക ഫിസിക്കുള്ള ഒരു സൂപ്പർ ഹീറോയെ പോർട്രേ ചെയ്യാൻ പക്ക ആപ്റ്റ് ആയിട്ടുള്ള നായകൻ തന്നെയാണ് ടോവിനോ. കൃഷ്ണനെ പോലെ ജന്മന അവന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകളൊന്നുമില്ല. പെട്ടെന്ന് ഒരു നാൾ ഉണ്ടാകുന്ന ഒരു അസാമാന്യ സംഭവത്തിലൂടെയാണ് ജെയ്സൺ ഒരു സൂപ്പർ ഹീറോ ആകുന്നത്. അതായത് പീറ്റർ പാർക്കറിനെ 8 കാലി കടിച്ച പോലെ. ജെയ്സൺ എന്തുകൊണ്ട് മരിച്ചില്ല എന്നതും മിന്നലടിച്ചാൽ എന്തെല്ലാം റിയാക്ഷൻസ് ഉണ്ടാവാം എന്നതും അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഒരു കോമഡി ചുവയിലൂടെ പ്രേക്ഷകർക്ക് കണക്ട് ആക്കി തന്നു. ചില കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ആക്കാനും ലോജിക്ക് നോക്കാതിരിക്കാനും മിന്നൽ മുരളിയിലെ റൈറ്റേഴ്സ് ആഡ് ചെയ്ത എസൻസ് ആയിരുന്നു കോമഡി. ആ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആയെന്ന് തന്നെ പറയാം. 8 കാലി അടിച്ച സ്പൈഡർമാൻ ആവില്ലെന്നും മിന്നലടിച്ചാൽ കരിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ലോജിക്കിനെ പറ്റി ചിന്തിക്കാത്തതിന് കാരണം ആ മെയിൻ ഇൻസിഡന്റ് നടന്നതിന് ശേഷം വരുന്ന ചില സീക്വൻസുകൾ കൊണ്ടാണ്. സ്പൈഡർമാനിൽ 8 കാലി കടിച്ചതിന് ശേഷം പീറ്റർ മസ്കുലർ ആകുന്നു, കാഴ്ച കിട്ടുന്നു, ചുമരിൽ കയറുന്നു. അങ്ങനെ നമ്മൾ ആ സിനിമയിലേക്ക് കൂടുതൽ എൻഗേജ് ആക്കിയിട്ട് നമുക്ക് കഥാപാത്രത്തിനെ കണക്ട് ആക്കി തരികയാണ്. മിന്നൽ മുരളിയിലും ഇങ്ങനെ തന്നെയാണ്. വില്ലനായ ഷിബുവിന് കിട്ടിയ കഴിവുകളും ജെയ്സന് കിട്ടിയ കഴിവുകളും മാറി മാറി കാണിച്ച് അവർക്ക് രണ്ടുപേർക്ക് ഇല്ലാത്ത കഴിവുകളും വ്യക്തമായിട്ട് കാണിച്ചെന്ന് ആ സിനിമയിലേക്ക് നമ്മളെ കണക്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കൃഷിയിൽ ഇതിന്റെ ആവശ്യമേ ഇല്ല. കാരണം തുടക്കത്തിലെ കൃഷിന്റെ കഴിവുകളും ശക്തിയും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. പിന്നെ രോഹിത്തിന്റെ മകനാണ് കൃഷ്ണ എന്ന് അറിയുമ്പോൾ കൃഷ്ണ പിന്നീട് എന്ത് കാണിച്ചാലും നമ്മൾ വിശ്വസിച്ചു പോകും. ബിക്കോസ് ജാദു എന്നത് ഒരു സൂപ്പർ നാച്ചുറൽ തിങ് ആണെന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ട്. വേറൊരു ഉദാഹരണം പറയാം. ബാഹുബലി സിനിമയിൽ ആ കുഞ്ഞു ബാഹുബലി ശിവകാമിയുടെ വിരലിൽ പിടിക്കുന്ന സീനുണ്ട്. ആ ഒരൊറ്റ സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും ഇവനൊരു നോർമൽ മനുഷ്യനല്ല, നല്ല പവറുള്ള ആളാണെന്ന്. ആ ബേസ് ആണ് ബാഹുബലി സിനിമയിലുടനീളം പിടിച്ചിട്ടുള്ളതും. സൂപ്പർ ഹീറോ മൂവി ആകുമ്പോൾ അവനോട് എതിർക്കാൻ ഒരു കിടു വില്ലൻ വേണം. പക്ഷെ ഹീറോയെ പോലെ വില്ലന് അമാനുഷിക ശക്തിയൊന്നും വേണ്ട.
കുറച്ച് ബുദ്ധിയും ഒന്നിനെയും കൂസാക്കാത്ത നായകനെ പേടിയില്ലാത്ത മൈൻഡ് സെറ്റ് മാത്രം മതി. ഇവിടെ മിന്നൽ മുരളിയിൽ നായകനോടൊപ്പം പവർഫുൾ ആയ ഒരു പ്രതിനായകനെയാണ് കൊടുത്തത്. ആക്ച്വലി അതൊരു ഹോളിവുഡ് ടെംപ്ലേറ്റ് ആണ്. സ്പൈഡർമാനിൽ ഇലക്ട്രോമാൻ, സാൻഡ്മാൻ, ഡോക്ടർ ഒക്ടോപ്പസിനെ ഒക്കെ പോലെ. അതായത് വില്ലന് നായകനോളം സൂപ്പർ പവേഴ്സ് ഉണ്ടാവും. പക്ഷെ ക്രിഷിലെ വില്ലനെ നോക്കുക, ആര്യൻ ക്യാരക്ടർ വെറും ഒരു സയന്റിസ്റ്റ് ആണ്. അങ്ങനെയാണ് സൂപ്പർ ഹീറോക്ക് എതിരെ നിൽക്കുന്നത്. അമാനുഷിക കഴിവോ മായാജാലോ ഒന്നുമില്ല, ജസ്റ്റ് എ വില്ലൻ. പക്ഷെ നായകനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നും അവന്റെ ഇമോഷൻസും വീക്ക് പോയിന്റ് എന്തൊക്കെയാണെന്നും വില്ലന് കൃത്യമായിട്ട് അറിയാം. ഇതുപോലുള്ള മറ്റൊരു വില്ലനാണ് ഡാർക്ക് നൈറ്റിലെ ജോക്കർ. ബുദ്ധി മാത്രമേ ഉള്ളൂ, ശക്തിയില്ല. പക്ഷെ എതിർത്ത് നിൽക്കുന്നത് സൂപ്പർമാനെ വരെ സൈഡാക്കിയ ബാറ്റ്മാനോടും. അതിനർത്ഥം നായകനൊപ്പം ശക്തിയുള്ള വില്ലൻ മോശമാണെന്നല്ല, മറിച്ച് ഒരു ശക്തിയില്ലാത്ത വില്ലൻ മാസാണെന്ന് പറഞ്ഞാണ്. മിന്നൽ മുരളിയിൽ ഷിബു തുടക്കത്തിലെ തന്റെ ശക്തികളെ പറ്റി അവെയറാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു കാര്യം, നായകൻ ഗ്രാജുവലി ആണ് തന്റെ പവേഴ്സിനെ പറ്റി അറിഞ്ഞു വരുന്നത്. അതൊരു ഡിഫറന്റ് അറ്റംപ്റ്റ് ആണ്. നായകനില്ലാത്തൊരു ശക്തി വില്ലൻ ഉള്ളതും അത് വെച്ച് വില്ലൻ നായകനെ ഹെഡ് ചെയ്യുന്നതും ക്ലൈമാക്സിൽ നായകൻ ആ ശക്തി കിട്ടുന്നതല്ല, പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന എക്സ്ട്രാ ഫാക്ടേഴ്സ് ആണ്. ഈ ടെംപ്ലേറ്റ് നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്, പല വേർഷനിൽ. അത് സൂപ്പർ ഹീറോ മൂവീസിൽ മാത്രമല്ല. ഒരു വേർഷന്റെ ഉദാഹരണം പറയാം. സർപ്പാട്ടെ പരമ്പരയിൽ വില്ലൻ വേമ്പുലിനേക്കാൾ മാരക ഫൈറ്റർ ഡാൻസിങ് റോസി ആണെന്ന് ആര്യനോട് എല്ലാവരും പറയുന്നുണ്ട്. പിന്നീട് റോസിയുടെ സ്കിൽസ് ഒക്കെ കാണിച്ചിട്ട് റോസിനെ വാനോളം പൊക്കി വയ്ക്കുന്നു. അങ്ങനെയൊക്കെ കാണിച്ചാലും ആ സിനിമ കാണുന്ന ആർക്കും അറിയാം ആര്യ റോസിയെ തോപ്പിക്കുന്നു. അത് തന്നെയാണ് സിനിമയിൽ നടക്കുന്നത്. പക്ഷേ ആ സമയം പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്. ആ സെയിം ഫീൽ തന്നെയാണ് മിന്നൽ മുരളി ക്ലൈമാക്സിലും. നായകൻ വില്ലനെ തോപ്പിക്കുമെന്നും ആ പവർ നായകന് കിട്ടുമെന്നും നമുക്കറിയാം. പക്ഷെ എന്നിട്ട് നമ്മൾ അതിനെ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംവിധായകന്റെ കഴിവാണ്. ഇനി സൂപ്പർ ഹീറോ മൂവിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഔട്ട്ഫിറ്റ്. അത് ഈ രണ്ട് സിനിമയിലും രണ്ട് രീതിയിലാണ് നായകന് കൊടുക്കുന്നത്. മിന്നൽ മുരളിയിൽ തന്റെ കയ്യിലുള്ള ഷർട്ട്, ലുങ്കിയും ഒരു തോർത്തും ഒക്കെയാണ് വില്ലന്റെയും നായകന്റെയും ഒക്കെ വേഷം. പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ പെങ്ങടെ മോൻ പറഞ്ഞത് വെച്ചിട്ടാണ് ജെയ്സൺ തന്റെ കോസ്റ്റ്യൂം റെഡിയാക്കുന്നത്. ജെയ്സൺ ഒരു തയ്യക്കാരനായതിനാൽ തന്നെ ആ കോസ്റ്റ്യൂം മേക്കിംഗ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സിനിമയെ നെഗറ്റീവായി തോന്നിയത് ആ സ്യൂട്ട് ആക്ച്വലി ഒരു ക്യാമിയോ റോൾ പോലെ ആയിരുന്നു എന്നതാണ്. മാത്രമല്ല സ്യൂട്ട് കാണിക്കുന്ന സീൻ സ്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സീനേ അല്ല. കാരണം കഥയിലെ സിറ്റുവേഷൻ നോക്കുക. വില്ലൻ ഗ്രാമത്തിൽ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുമ്പോൾ ജയിലിൽ നിന്നിറങ്ങുന്ന നായകൻ നേരെ വില്ലൻ ഉള്ളിടത്തേക്കല്ലേ പോകേണ്ടത്. പക്ഷെ നായകൻ നേരെ കോസ്റ്റ്യൂം എടുക്കാനാണ് പോയത്. നായകൻ കോസ്റ്റ്യൂം ഇട്ട് വരുന്നത് വരെ വില്ലൻ ആളുകളെ ഒന്നും ചെയ്യുന്നതുമില്ല. പക്ഷെ ഈ ഒരു ചോദ്യം സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവത്തെ ബാധിക്കുന്ന ഒന്നല്ല. ക്ലൈമാക്സ് ഇല്ല സ്യൂട്ടിന് ഇൻട്രോ കൊടുക്കുന്നതിന് മുന്നേ ഒരൊറ്റ സീനിൽ ജെയ്സൺ ആ സ്യൂട്ട് ഇട്ട് നിൽക്കുന്നതോ സ്യൂട്ട് ഇട്ട് ഒരു സീനോ കൊടുക്കാമായിരുന്നു. ബിക്കോസ് സൂപ്പർ ഹീറോ മൂവിയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണത്. ഇനി കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിനെ എങ്ങനെ സ്യൂട്ട് കിട്ടുന്നു എന്നത് വളരെ കൺവിൻസിംഗ് ആണ്. മറ്റൊരു സൂപ്പർ ഹീറോ മൂവിയിലും കാണാത്ത ഒരു കൺസെപ്റ്റ് ആയിട്ട് അത് തോന്നി. കൃഷ്ണ എന്ന പേരിൽ നിന്ന് കൃഷി എന്ന പേരിലേക്ക് എങ്ങനെ എത്തിയെന്നതും തീപിടുത്തത്തിൽ ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ തന്റെ കോട്ട് മറച്ചിടുന്നതും അവിടെ കിടന്ന ഏതോ ഒരു മാസ്ക് വെച്ചിട്ട് ആളുകളെ രക്ഷിക്കുന്നതും പിന്നീട് അവൻ ആ കോസ്റ്റ്യൂം ഒഫീഷ്യൽ ആക്കുന്നതും ഒക്കെ പക്ക കൺവിൻസിംഗ് ആണ്. അതായത് സ്പൈഡർമാനിൽ പീറ്റർ എങ്ങനെ സ്യൂട്ട് ഉണ്ടാക്കിയെന്നത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. കാരണം ഹി ഈസ് എ കോമൺ മാൻ. മിന്നൽ മുരളിയിൽ ജെയ്സൺ ഒരു ടൈലർ ആയതിനാൽ അവിടെ ഇത് ജസ്റ്റിഫൈ ആണ്. ഇനി കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തനിക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി സ്യൂട്ട് ഉണ്ടാക്കിയ കൃഷിയിൽ ആ ചോദ്യത്തിന്റെ ആവശ്യം പോലും ഇല്ല. സൂപ്പർ ഹീറോസ് രക്ഷകന്മാരാണല്ലോ, അതിനെ കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യുന്നത് കൃഷി ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കൃഷിയിലെ കൃഷ്ണ ഓൾറെഡി ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. പ്രിയങ്ക പാരച്ചൂട്ടിൽ നിന്ന് വീഴുമ്പോൾ കൃഷ്ണ അവളെ രക്ഷിക്കുന്നുണ്ട്. അമ്മുമ്മേനോട് അവൻ വളരെ ലോയലാണ്. അത് മാത്രമല്ല നായികയ്ക്ക് വേണ്ടിയിട്ട് മീൻ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നതും സിംഗപ്പൂരിൽ വെച്ചിട്ട് ചൈനക്കാർക്ക് വേണ്ടി വാൾപ്പയറ്റും സ്കിൽസും കാണിക്കുന്നതെല്ലാം കൃഷ്ണന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാണിക്കുന്ന ഒന്നാണ്. സോ കൃഷ്ണ ഒരു രക്ഷകനാകുന്നത് നമുക്ക് ഫോഴ്സിനായത് തോന്നില്ല. ഓൾറെഡി അത് അവന്റെ മൈൻഡ് സെറ്റിലുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതൊരു ബ്രില്യൻ സ്ക്രിപ്റ്റിന്റെ അടിത്തറയാണെന്ന് തന്നെ പറയാം. മിന്നൽ മുരളിയിൽ ജെയ്സൺ തന്നെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് മിന്നൽ മുരളി ആയി തീരുന്നത്. ഇവിടെയും ഒരു ഹോളിവുഡ് സൂപ്പർ ഹീറോ ടെംപ്ലേറ്റ് ഉണ്ട്. ഹോളിവുഡ് സൂപ്പർ ഹീറോസിന് ഫ്ലൈറ്റോ ട്രെയിനോ രക്ഷിക്കുന്നത് പതിവാണ്. ഇവിടെ ജെയ്സൺ ആ ബസ്സിലെ ആളുകളെ രക്ഷിക്കുന്നത് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ഹോളിവുഡ് ടെംപ്ലേറ്റ് പിടിക്കുകയും ചെയ്തു. പക്ഷെ ആ സീനും മൊത്തത്തിലുള്ള സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നില്ല. കൃഷ് 3 വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടെങ്കിലും നമ്മളെടുത്ത സൂപ്പർ ഹീറോ മൂവി കൃഷ് ആയതിനാൽ ഈ ഒരു കാര്യം അവിടെ വില പോവില്ല. മിന്നൽ മുരളി മൊത്തത്തിൽ നോക്കുമ്പോൾ ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവീസിന്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കൃഷിയിൽ അതില്ല എന്നല്ല, അതിലുപരി മറ്റു പലതും അവർ ഡിഫറന്റ് ആയും എക്സ്ട്രാ ഫാക്ടേഴ്സ് ആയിട്ട് കൃഷിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോ മൂവീസിന്റെ കഥ നടക്കുന്നത് ഒരുപാട് ഇടിച്ചു പൊളിച്ച് കളയാൻ പറ്റിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും. ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും മെയിൻ ലൊക്കേഷൻ. കൃഷിയിലും അങ്ങനെ തന്നെയാണ്. കൃഷ്ണ കൃഷിയാവുന്നതും ബാക്കിയുള്ള കഥ നടക്കുന്നതും സിംഗപ്പൂരാണ്. കൃഷിന്റെ മെയിൻ കഴിവുകൾ സ്പീഡും ചാട്ടവും ഒക്കെ ആയതിനാൽ കെട്ടിടങ്ങളുള്ള സ്ഥലമേ കഥയ്ക്ക് അനുയോജ്യമായുള്ളൂ. സ്പൈഡർമാനെ മരുഭൂമി കൊണ്ടുപോയിട്ട് വലയിടാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇവിടെ മിന്നൽ മുരളി വ്യത്യസ്തമാണ്. നാട്ടിൻ പുറത്താണ് കഥ നടക്കുന്നത്. അതൊരു പുതിയ അനുഭവമായിരുന്നു. സ്റ്റോറി സെറ്റിംഗ് പ്ലേസ് ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. അതിനാൽ തന്നെ ഒരു എക്സൈറ്റ്മെന്റും യൂണീക്നെസ്സും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. 30 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് വന്ന മിന്നൽ മുരളിയുടെ ക്വാളിറ്റിയും എക്സിക്യൂഷനും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. OTT-ൽ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് രോമാഞ്ചം കൊടുന്നു. അപ്പൊ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഫുൾ ക്രൗഡ് ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കണ്ട രോമാഞ്ചത്തിന്റെ ഐര് കളിയായിരിക്കും. ഈ പടം തിയേറ്ററിലാണ് ഇറങ്ങിയിരുന്നതിൽ മലയാളത്തിന്റെ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റ് മിന്നൽ മുരളി ആവുമായിരുന്നു. റിപ്പീറ്റ് വാല്യൂവിന്റെ കാര്യത്തിലും മിന്നൽ മുരളി കിടുവാണ്.
ഇനി സൂപ്പർ ഹീറോ മൂവി ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ ഒരു സിനിമ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു പടം എടുത്താൽ അത് കിടുപടം ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 700 കോടിക്ക് എടുത്ത ആദിപുരുഷൻ ഹിറ്റ് ആവണമായിരുന്നല്ലോ. സോ ഒരു സിനിമ ബെറ്റർ ആകുന്നത് അതിന്റെ ബഡ്ജറ്റും ക്വാളിറ്റിയും എക്സിക്യൂഷനും നോക്കിയിട്ട് മാത്രമല്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരു സിനിമ ബെറ്റർ ആവാനുള്ള ഫാക്ടേഴ്സ് തന്നെയാണെങ്കിലും ഓവറോൾ എക്സ്പീരിയൻസും ടോട്ടൽ ഔട്ട്പുട്ടിലുമാണ് കാര്യം. ഒരു സിനിമ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാൻ തോന്നുന്നുണ്ടോ എന്നതാണ് കാര്യം. സൂപ്പർ ഹീറോ മൂവീസിൽ ബഡ്ജറ്റും മേക്കിങ്ങും ഒരുപാട് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. കഥയും ഹീറോയുടെ ഇമോഷനും നമുക്ക് കണക്ട് ആവണം, കൺവിൻസ് ആകണം. കൂടാതെ നമുക്ക് റിപ്പീറ്റ്ലി കാണാൻ തോന്നണം. സ്പൈഡർമാൻ 1 ബഡ്ജറ്റും ക്വാളിറ്റിയും ഒക്കെ ഇൻഫിനിറ്റി വാറിനാണ് കൂടുതൽ. സ്പൈഡർമാനിൽ ഒരു ഹീറോ ഉള്ളപ്പോൾ ഇൻഫിനിറ്റി വാറിൽ ഒരുപാട് ഹീറോസ് ഉണ്ട്. മേക്കിംഗ് സൈഡ് നോക്കിയാലും ക്വാളിറ്റി നോക്കിയാലും VFX നോക്കിയാലും എല്ലാം കൊണ്ടും ഇൻഫിനിറ്റി വാർ തന്നെയാണല്ലോ ബെറ്റർ. പക്ഷെ നിങ്ങൾ സ്പൈഡർമാൻ 1 ആണോ ഇൻഫിനിറ്റി വാർ ആണോ കൂടുതൽ കണ്ടേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആളുകളും സ്പൈഡർമാൻ ആയിരിക്കും കണ്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സൂപ്പർ ഹീറോ മൂവി എപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരിക്കണം എന്നതാണ്. 2006 ഇറങ്ങിയ കൃഷിനെ പറ്റി നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു 50 വർഷം കഴിഞ്ഞാലും നിങ്ങൾ കൃഷിനെയും മിന്നൽ മുരളിയെ പറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പോലുള്ളവർ ആ സിനിമ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ടല്ല, ഒരുപാട് വട്ടം കണ്ടതിനാലാണ്. മിന്നൽ മുരളിയുടെ കാര്യത്തിലും കൃഷിന്റെ കാര്യത്തിലും ഇന്ത്യൻ സിനിമയിലെ ഏത് സൂപ്പർ ഹീറോ മൂവീസ് എടുത്താലും റിപ്പീറ്റ് വാല്യൂവിൽ ഈ 2 സിനിമകളുടെ 7 അയലത്ത് എത്തില്ല. പക്ഷെ ഈ 2 സിനിമകളിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ കണ്ടതെന്നും ഏതാണ് ബെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവി എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ എന്ത് ഉത്തരം പറയും? പറ കമന്റിൽ പറ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.